ഹായ് സ്റ്റുഡൻസ്, കോഡുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വെൽക്കം ടു മൈ ചാനൽ ഫോക്കസ് ബയോളജി. +1 ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്ററായ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിലൂടെ കിങ്ഡം മൊണീറയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം. കിങ്ഡം മൊണീറ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? കിങ്ഡം മൊണീറയിൽ വരുന്നത് പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് എന്ന് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചു അല്ലേ? കിങ്ഡം മൊണീറയിൽ വരുന്നത് പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. ആദ്യമായിട്ട് എന്താണ് പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിലേക്ക് പോകാം. എന്താണ് പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ്? പ്രോകാരിയോട്ടിൽ നിന്ന് പ്രോ എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ്, കാരിയോൺ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ്. പ്രിമിറ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസംസ് ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് എന്നതിൽ വരുന്നത്. പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു. അതായത് ട്രൂ ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസംസ് ആണ് പ്രോകാരിയോട്സിൽ വരുന്നത്. പ്രിമിറ്റീവായ ന്യൂക്ലിയസ് ആണ്, ട്രൂ ന്യൂക്ലിയസ് ഇല്ലാത്തതാണ്. അപ്പോൾ ട്രൂ ന്യൂക്ലിയസ് ഇല്ല എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണ് ട്രൂ ന്യൂക്ലിയസ് എന്ന് മനസ്സിലാക്കണം അല്ലേ? നോക്കാം, എന്താണ് ട്രൂ ന്യൂക്ലിയസ്. ഞാനിവിടെ ഒരു സെല്ല് വരച്ചിട്ടുണ്ട്. ഇതൊരു സാധാരണ സെല്ലാണ്, പ്രോകാരിയോട്ടിക് സെല്ലല്ല. എന്താണ് ട്രൂ ന്യൂക്ലിയസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വരച്ചൊരു സെല്ലിന്റെ പിക്ചറാണ്. ഇതൊരു പ്രോകാരിയോട്ടിക് സെല്ലല്ല, കൺഫ്യൂഷൻ ആകരുത്. അപ്പോൾ ഈ സെല്ലിനകത്ത് കാണുന്ന ഈ റൗണ്ടഡ് സ്ട്രക്ചർ ആണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിൽ പ്രധാനമായിട്ടും 3 പാർട്സ് കാണപ്പെടുന്നുണ്ട്. ഒന്ന്, ഈ റെഡ് കളറിൽ വരച്ചിരിക്കുന്ന ന്യൂക്ലിയർ മെംബ്രെയിൻ. ആദ്യത്തെ എന്താണ്? റെഡ് കളറിൽ വരച്ചിരിക്കുന്ന ന്യൂക്ലിയർ മെംബ്രെയിൻ, അതായത് മർമ്മസ്തരം. ഇതിനകത്ത് കാണുന്ന ഈ ബ്ലൂ കളറിൽ റൗണ്ട് ആയിട്ട് കാണുന്നില്ലേ, ഇതാണ് ന്യൂക്ലിയോലസ്. എന്താണ്? ന്യൂക്ലിയോലസ്. ഇനി ന്യൂക്ലിയർ മെംബ്രെയിനകത്ത് കാണുന്ന സ്പേസ് ഉണ്ടല്ലോ, അവിടെ നിറഞ്ഞിരിക്കുന്നത് ന്യൂക്ലിയോ പ്ലാസമാണ്. ഈ ന്യൂക്ലിയോ പ്ലാസത്തിലാണ് ക്രൊമാറ്റിൻ മെറ്റീരിയൽ കാണപ്പെടുന്നത്, ജനിതക വസ്തുക്കൾ കാണപ്പെടുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് 3 പാർട്സ് ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ്? ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെന്തോ ആണ് ന്യൂക്ലിയോലസ് ഉണ്ടെന്ന് പറഞ്ഞു, അതിനുശേഷം എന്ത് പറഞ്ഞു? ന്യൂക്ലിയോ പ്ലാസം വിത്ത് ക്രൊമാറ്റിൻ മെറ്റീരിയൽ. ഈ 3 പാർട്സ് ഞാൻ പറഞ്ഞു. ഒരു സെല്ലിനകത്ത് ഈ പറഞ്ഞ 3 പാർട്ടും ഉണ്ട് എങ്കിൽ അത് ട്രൂ ന്യൂക്ലിയസിന്റെ പ്രത്യേകതയാണ്. ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയോ പ്ലാസം, പിന്നെന്തോ ആണ്? ന്യൂക്ലിയോലസ്. ഇത്രയും ഉണ്ടെങ്കിൽ അത് ട്രൂ ന്യൂക്ലിയസിന്റെ പ്രത്യേകതയാണ്. ഈ പറഞ്ഞ സ്ട്രക്ചേഴ്സ് ആബ്സെന്റ് ആണ് എങ്കിൽ അത് ന്യൂക്ലിയസ് ലൈക്ക് സ്ട്രക്ചർ ആണ്, അല്ലാതെ ട്രൂ ന്യൂക്ലിയസ് അല്ല. അപ്പൊ സാധാരണ ഒരു പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിന്റെ സെല്ലിനകത്ത് കാണപ്പെടുന്നത് സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ DNA കാണപ്പെടുന്നു. ഇവിടെ ന്യൂക്ലിയർ മെംബ്രെയിനോ ന്യൂക്ലിയോ പ്ലാസമോ ന്യൂക്ലിയോലസോ കാണപ്പെടുന്നില്ല. സ്വതന്ത്രമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ജനറ്റിക് മെറ്റീരിയൽ കാണപ്പെടുന്നുണ്ട്. അപ്പൊ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് നമ്മൾ പറഞ്ഞു ട്രൂ ന്യൂക്ലിയസ് അല്ല. പിന്നെ എന്താണ് പ്രോകാരിയോട്ടിക് ഓർഗാനിസംസിലുള്ളത്? ന്യൂക്ലിയോയിഡ് ആണ്, ന്യൂക്ലിയസ് അല്ല. പിന്നെ എന്താണ്? ന്യൂക്ലിയോയിഡ്. ഞാൻ എഴുതുന്ന വേർഡ് ഒന്ന് ശ്രദ്ധിക്കുക. ന്യൂക്ലിയോയിഡ്. ഒരു വേർഡ് ഓയിഡ് എന്ന് അവസാനിക്കുകയാണെങ്കിൽ ലൈക്ക് സ്ട്രക്ചർ എന്നാണ് മീനിങ്. ഓയിഡ് എന്നതിന്റെ മീനിങ് എന്താണ്? ലൈക്ക് സ്ട്രക്ചർ. അപ്പോ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസിലുള്ളത് ന്യൂക്ലിയസ് അല്ല, പിന്നെന്തോ ആണ്? ന്യൂക്ലിയോയിഡ് ആണ്. ഓയിഡ് എന്നതിന്റെ മീനിങ് എന്താണ്? ലൈക്ക് സ്ട്രക്ചർ എന്നാണ്. ഓയിഡ് എന്നതിലാണ് ഒരു വേർഡ് അവസാനിക്കുന്നത് എങ്കിൽ, അതായത് ഒരു വേർഡ് ഓയിഡ് എന്ന വാക്കിലാണ് അവസാനിക്കുന്നത് എങ്കിൽ അതിനർത്ഥം ലൈക്ക് സ്ട്രക്ചർ എന്നാണ്. അപ്പോൾ ന്യൂക്ലിയോയിഡ് എന്ന് വെച്ചാൽ എന്താണ്? ന്യൂക്ലിയസ് ലൈക്ക് സ്ട്രക്ചർ. ഇപ്പൊ മനസ്സിലായല്ലോ? പ്രോകാരിയോട്ടിക് ഓർഗാനിസംസിൽ ട്രൂ ന്യൂക്ലിയസ് ആബ്സെന്റ് ആണ്, പകരം അവിടെ എന്താണ് കാണുന്നത്? ന്യൂക്ലിയോയിഡ് ആണ്, ന്യൂക്ലിയസ് ലൈക്ക് സ്ട്രക്ചർ ആണ് കാണപ്പെടുന്നത്. അപ്പൊ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് എന്താണെന്ന് നമുക്കറിയാം. ട്രൂ ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസംസ് ആണ് പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ്. അപ്പൊ നമ്മൾ പറഞ്ഞത് മെമ്പേഴ്സ് ഓഫ് കിങ്ഡം മൊണീറ ആർ ബാക്ടീരിയ. കിങ്ഡം മൊണീറയിൽ വരുന്ന മെമ്പേഴ്സ് ഏത് ആണ്? ബാക്ടീരിയ ആണ്. അതായത് ബാക്ടീരിയ ആർ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ്. കിങ്ഡം മൊണീറയിൽ വരുന്നത് പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആണെന്ന് പറഞ്ഞു അല്ലേ? പിന്നെ നമ്മൾ എന്തോ പറഞ്ഞു? കിങ്ഡം മൊണീറയിൽ വരുന്ന മെമ്പേഴ്സ് എന്താണ്? ബാക്ടീരിയ ആണ്. മെമ്പേഴ്സ് ഓഫ് കിങ്ഡം മൊണീറ ആർ ബാക്ടീരിയ. ബാക്ടീരിയ ആർ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ്. ദെൻ ഇനി ബാക്ടീരിയയെ കുറിച്ച് ഒന്നുകൂടെ കാര്യങ്ങളോട് നോക്കാം. ബാക്ടീരിയ വാസ് ഡിസ്കവേർഡ് ബൈ ആന്റൺ വാൻ ലീവൻഹുക്ക്. ബാക്ടീരിയ കണ്ടെത്തിയ വ്യക്തി ആരാണ്? ആന്റൺ വാൻ ലീവൻഹുക്ക്. ഏത് വർഷത്തിലാണ്? 1675. 1675 ആന്റൺ വാൻ ലീവൻഹുക്ക് ആണ് ബാക്ടീരിയ കണ്ടെത്തിയത്. ബാക്ടീരിയ വാസ് ഡിസ്കവേർഡ് ബൈ ആന്റൺ വാൻ ലീവൻഹുക്ക്.
Then the name bacteria was given by Ehrenberg. ആരാണ്? ഇറൻബർഗ്. ബാക്ടീരിയ എന്ന നെയിം നൽകിയത് ആരാണ്? ഇറൻബർഗ്. ബാക്ടീരിയ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. കിങ്ഡം മൊണീറയിൽ വരുന്ന മെമ്പേഴ്സ് എല്ലാം ബാക്ടീരിയകളാണ്. ദെൻ ബാക്ടീരിയ കണ്ടെത്തിയത് ആരാണ്? ആൻഡൺ വാൻ ലീവൻഹൂക്ക്. ഏത് വർഷത്തിലാണ്? 1675. ദെൻ ബാക്ടീരിയ എന്ന പേര് നൽകിയത്, ദ നെയിം ബാക്ടീരിയ വാസ് ഗിവൺ ബൈ ആരാണ്? ഇറൻബർഗ്. ആരാണ്? ഇറൻബർഗ്. ബാക്ടീരിയയെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ബാക്ടീരിയോളജി എന്നാണ്. സ്റ്റഡി ഓഫ് ബാക്ടീരിയ ആർ കോൾഡ് ബാക്ടീരിയോളജി. ബാക്ടീരിയയെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ബാക്ടീരിയോളജി എന്നാണ്. ബാക്ടീരിയ ആർ ദ മോസ്റ്റ് എബണ്ടന്റ് മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ സാധിക്കുന്ന സൂക്ഷ്മ ജീവികളാണ് മൈക്രോ ഓർഗാനിസംസ്. ബാക്ടീരിയ ആർ മോസ്റ്റ് എബണ്ടന്റ് മൈക്രോ ഓർഗാനിസംസ്. ഈ മൈക്രോ ഓർഗാനിസംസിൽ തന്നെ ധാരാളമായി കാണപ്പെടുന്നവയാണ് ബാക്ടീരിയ. ബാക്ടീരിയ ആർ ദ മോസ്റ്റ് എബണ്ടന്റ് മൈക്രോ ഓർഗാനിസംസ്. ധാരാളമായി കാണപ്പെടുന്ന മൈക്രോ ഓർഗാനിസംസ് ആണ് ബാക്ടീരിയ. ഇനി എന്താണ് ഇവയുടെ പ്രത്യേകത? മൈക്രോസ്കോപ്പിംഗ് ആണ്. പറഞ്ഞു, മൈക്രോസ്കോപ്പിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. ദെൻ യൂണിസെല്ലുലാർ ആണ്. ഒരേ ഒരു സെല്ല് മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഏകകോശ ജീവികളാണ്. പിന്നെന്താണ്? പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. എന്താണ് പ്രോകാരിയോട്സ്? നമ്മൾ നോക്കി, ട്രൂ ന്യൂക്ലിയസ് ഇല്ലാത്തതാണ്. പിന്നെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് പ്രോകാരിയോട്സിന് ആബ്സെന്റ് ആണ്. മെംബ്രെയിനാൽ ചുറ്റപ്പെട്ട ഓർഗനൽസ് ഒന്നും തന്നെ പ്രോകാരിയോട്സിൽ കാണപ്പെടുന്നില്ല. അപ്പൊ ബാക്ടീരിയ എങ്ങനെയാണ്? മൈക്രോസ്കോപ്പിക് ആണ്. ദെൻ യൂണിസെല്ലുലാർ ആണ്. പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. ദേ ആർ കോസ്മോപൊളിറ്റൻ ഇൻ ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് കോസ്മോപൊളിറ്റൻ? എല്ലായിടത്തും കാണപ്പെടുന്നത്, സർവ്വവ്യാപി എന്ന് പറയാം അല്ലെ. എല്ലായിടത്തും കാണപ്പെടുന്ന ഓർഗാനിസംസിനെയാണ്, എല്ലായിടത്തും കാണപ്പെടുന്ന ഓർഗാനിസമാണ് ബാക്ടീരിയ ആർ കോസ്മോപൊളിറ്റൻ ഇൻ ഡിസ്ട്രിബ്യൂഷൻ. ഇനി ഈ ബാക്ടീരിയ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? ദേ ക്യാൻ ലീവ് ഇൻ എക്സ്ട്രീം ഹാബിറ്റാറ്റ്സ്. സാധാരണയായിട്ടുള്ള സിറ്റുവേഷൻസിലും വളരാൻ സാധിക്കും. കൂടാതെ എവിടെ വളരാൻ സാധിക്കുന്നുണ്ട്? എക്സ്ട്രീം ഹാബിറ്റാറ്റ്സ് ആയ എവിടെ? ഹോട്ട് സ്പ്രിങ്സ്, ഹോട്ട് വാട്ടർ സ്പ്രിങ്സിൽ കാണപ്പെടുന്നുണ്ട്. പിന്നെ എന്താണ്? ഡെസേർട്സിലെ ടെമ്പറേച്ചർ ഹൈ ആണല്ലോ. അതുപോലെ ഹോട്ട് സ്പ്രിങ്സിലെയും ടെമ്പറേച്ചർ ഹൈ ആണല്ലോ. അപ്പൊ ഇത്രയും ഹൈ ടെമ്പറേച്ചറിൽ, എക്സ്ട്രീം ടെമ്പറേച്ചറിലും ബാക്ടീരിയക്ക് അതിജീവിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ എവിടെയുണ്ട്? സ്നോ, അതായത് എക്സ്ട്രീം ലോ ടെമ്പറേച്ചറിലും ബാക്ടീരിയക്ക് വളരാൻ കഴിയുന്നുണ്ട്. സ്നോയിൽ വളരാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഡീപ് ഓഷ്യൻസ് എന്നിവയിലും വളരാൻ ബാക്ടീരിയക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ ബാക്ടീരിയ നമ്മുടെ സാധാരണ സറൗണ്ടിങ്സിലും വളരുന്നുണ്ട്. അതുകൂടാതെ എക്സ്ട്രീം കണ്ടീഷൻസിലും ബാക്ടീരിയക്ക് വളരാൻ സാധിക്കുന്നുണ്ട്. ഏതൊക്കെ എക്സ്ട്രീം കണ്ടീഷൻസിൽ? ഹോട്ട് സ്പ്രിങ്സിൽ വളരാൻ സാധിക്കുന്നുണ്ട്, ഡെസേർട്സിൽ വളരാൻ സാധിക്കുന്നുണ്ട്. പിന്നെന്താണ്? എക്സ്ട്രീം ലോ ടെമ്പറേച്ചറിൽ സ്നോയിൽ വളരാൻ സാധിക്കുന്നുണ്ട്. പിന്നെന്താണ്? ഡീപ് ഓഷ്യൻസിലും ബാക്ടീരിയക്ക് വളരാൻ കഴിയുന്നുണ്ട്. They can live in extreme habitats such as hot springs, deserts, snow and deep oceans. ഇനി എന്തു പറയാം? Many of them live in or on other organisms as parasites. കൂടാതെ മിക്കവാറും ബാക്ടീരിയകൾ മറ്റുള്ള ഓർഗാനിസംസിന്റെ ശരീരത്തിനുള്ളിലോ പുറത്തോ പാരസൈറ്റ് ആയിട്ടും ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് കിങ്ഡം മൊണീറയിലെ മെമ്പേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ്. ഏതൊക്കെയാണെന്ന് ഒരിക്കൽ കൂടെ നോക്കാം. മെമ്പേഴ്സ് ഓഫ് കിങ്ഡം മൊണീറ ആർ ബാക്ടീരിയ. കിങ്ഡം മൊണീറയിൽ വരുന്ന മെമ്പേഴ്സ് ഒക്കെ തന്നെ ബാക്ടീരിയകൾ ആണ്. ബാക്ടീരിയ വാസ് ഡിസ്കവേർഡ് ബൈ. ബാക്ടീരിയ കണ്ടെത്തിയത് ആരാണ്? ആൻഡൺ വാൻ ലീവൻഹൂക്ക്. ഏത് വർഷത്തിലാണ്? 1675. ബാക്ടീരിയ വാസ് ഡിസ്കവേർഡ് ബൈ. ബാക്ടീരിയ കണ്ടെത്തിയത് ആൻഡൺ വാൻ ലീവൻഹൂക്ക് ഇൻ ദ ഇയർ 1675. Then the name bacteria was given by. ബാക്ടീരിയ എന്ന പേര് നൽകിയത് ആരാണ്? ഇറൻബർഗ്. ബാക്ടീരിയ എന്ന പേര് നൽകിയത് ആരാണ്? ഇറൻബർഗ്. ബാക്ടീരിയയെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ബാക്ടീരിയോളജി എന്നാണ്. സ്റ്റഡി ഓഫ് ബാക്ടീരിയ ആർ കോൾഡ് ബാക്ടീരിയോളജി. ബാക്ടീരിയ ആർ ദ മോസ്റ്റ് അബണ്ടന്റ് മൈക്രോ ഓർഗാനിസംസ്. ബാക്ടീരിയ ധാരാളമായിട്ട് കാണപ്പെടുന്ന മൈക്രോ ഓർഗാനിസംസ് ആണ്. ബാക്ടീരിയ ആർ പിന്നെ എന്തൊക്കെയാണ്? മൈക്രോസ്കോപ്പിക് ആണ്, യൂണിസെല്ലുലാർ ആണ്, പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. എന്തൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞു. Then they are cosmopolitan in distribution. എല്ലായിടത്തും കാണപ്പെടുന്ന ഓർഗാനിസം ആണ് ബാക്ടീരിയ. They can live in extreme habitats such as. എക്സ്ട്രീം കണ്ടീഷൻസിൽ വളരാൻ ബാക്ടീരിയ കഴിയുന്നുണ്ട്. ഇവിടെയൊക്കെ ഹോട്ട് സ്പ്രിങ്സ്, ഡെസേർട്സ്, സ്നോ ആൻഡ് ഡീപ് ഓഷ്യൻസ്. They can live in
extreme habitats such as hot springs, deserts, snow and deep oceans. Many of them live in or on other organisms as parasites. മിക്കവാറും ബാക്ടീരിയകൾ മറ്റുള്ള ഓർഗാനിസത്തിന്റെ ഉള്ളിലോ പുറത്തോ പാരസൈറ്റ് ആയിട്ടും ജീവിക്കുന്നുണ്ട്. ഇനി ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ബേസ്ഡ് ഓൺ ദെയർ ഷേപ്പ്, ബാക്ടീരിയ ആർ ക്ലാസിഫൈഡ് ഇൻടു 4 ഗ്രൂപ്പ്സ്. ആകൃതിയെ അല്ലെങ്കിൽ ഷേപ്പിനെ അടിസ്ഥാനമാക്കി ബാക്ടീരിയയെ 4 ഗ്രൂപ്പുകളിലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണെന്ന് നോക്കാം. സ്പെറിക്കൽ, റോഡ് ഷേപ്പ്, സ്പൈറൽ, കോമ ഷേപ്ഡ്. ഏതൊക്കെയാണ്? സ്പെറിക്കൽ ബാക്ടീരിയ, റോഡ് ഷേപ്ഡ് ബാക്ടീരിയ, സ്പൈറൽ ബാക്ടീരിയ, കോമ ഷേപ്ഡ് ബാക്ടീരിയ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവയുടെ ഷേപ്പും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. സ്പെറിക്കൽ ബാക്ടീരിയയിൽ സ്പെറിക്കൽ ഷേപ്പിലുള്ള ബാക്ടീരിയ വരുന്നത്. എക്സാമ്പിൾ കോക്കസ്. കോക്കസ് എന്നത് സിംഗുലർ നെയിമാണ്, കോക്കൈ എന്നത് പ്ലൂറൽ നെയിമാണ്. ദെൻ റോഡ് ഷേപ്ഡ് ബാക്ടീരിയയിൽ റോഡ് ഷേപ്പിലുള്ള ബാക്ടീരിയ തന്നെയാണ് ഉൾക്കൊള്ളുന്നത്, അതായത് ദണ്ണ് ആകൃതിയിലുള്ള ബാക്ടീരിയ. എക്സാമ്പിൾ എന്താണ്? ബാസിലസ്. ദെൻ സ്പൈറൽ എന്ന ഗ്രൂപ്പിൽ വരുന്നത് സ്പൈറൽ ഷേപ്പിലുള്ള അല്ലെങ്കിൽ സ്പ്രിംഗ് ഷേപ്പിലുള്ള ബാക്ടീരിയ ആണ്. എക്സാമ്പിൾ എന്താണ്? സ്പൈറൽ. ഈ കൊടുത്തിരിക്കുന്നതൊക്കെ ഞാൻ സിംഗുലർ നെയിമാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ കോമ ഷേപ്ഡ് ബാക്ടീരിയ പേര് സൂചിപ്പിക്കുന്നത് പോലെ കോമ ഷേപ്പിലുള്ളതായിരിക്കും. എക്സാമ്പിൾ എന്താണ്? വിബ്രിയോ. അപ്പോൾ ബേസ്ഡ് ഓൺ ദെയർ ഷേപ്പ് ബാക്ടീരിയ ആർ ക്ലാസിഫൈഡ് ഇൻടു 4 കാറ്റഗറീസ്. ഏതൊക്കെയാണ്? സ്പെറിക്കൽ, റോഡ് ഷേപ്ഡ്, സ്പൈറൽ, പിന്നെന്താണ്? കോമ ഷേപ്ഡ്. സ്പെറിക്കൽ ഷേപ്പിന് എക്സാമ്പിൾ ഏതാണ്? കോക്കസ്. ദെൻ റോഡ് ഷേപ്ഡിന് എക്സാമ്പിൾ ബാസില്ലസ്, സ്പൈറൽ ഷേപ്പ് സ്പൈറില്ലം, കോമ ഷേപ്പിന് എക്സാമ്പിൾ വിബ്രിയോ. ഒന്നുകൂടെ എക്സാമ്പിൾ നോക്കാം. സ്പെറിക്കൽ ഷേപ്പിന് എക്സാമ്പിൾ ഏതാണ്? കോക്കസ്. സ്പെറിക്കൽ ഷേപ്പിന് എക്സാമ്പിൾ കോക്കസ്. റോഡ് ഷേപ്പിന് എക്സാമ്പിൾ ഏതാണ്? ബാസില്ലസ്. റോഡ് ഷേപ്ഡ് ബാക്ടീരിയക്ക് എക്സാമ്പിൾ ബാസില്ലസ്. സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയക്ക് എക്സാമ്പിൾ എന്താണ്? സ്പൈറില്ലം. സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയക്ക് എക്സാമ്പിൾ ഏതാണ്? സ്പൈറില്ലം. കോമ ഷേപ്ഡ് കാണുന്നത് പോലെ തന്നെയാണ്, കോമ ഷേപ്പിലായിരിക്കും. എക്സാമ്പിൾ വിബ്രിയോ. കോമ ഷേപ്ഡ് ബാക്ടീരിയക്ക് എക്സാമ്പിൾ ഏതാണ്? വിബ്രിയോ. ദെൻ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കുറച്ച് കാര്യങ്ങളോട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ബേസ്ഡ് ഓൺ ദെയർ നമ്പർ, എത്ര ബാക്ടീരിയ കാണപ്പെടുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഇവയെ 4 കാറ്റഗറി ആയിട്ട് തിരിക്കാറുണ്ട്. മോണോ, ഞാനിപ്പോ ഒരു എക്സാമ്പിളേ പറയുന്നുള്ളൂ. ഇവിടുത്തെ കോക്കസ് എന്ന ബാക്ടീരിയയുടെ എക്സാമ്പിൾ ആണ് പറയുന്നത്. മോണോ കോക്കസ്. ഒരു കോക്കസ് ബാക്ടീരിയ ആണെങ്കിൽ മോണോ കോക്കസ്. ദെൻ 2 എണ്ണം ആണെങ്കിലോ അത് ഡിപ്ലോ കോക്കസ്. 2 എണ്ണം ആണെങ്കിൽ എന്താണ് പേര്? ഡിപ്ലോ കോക്കസ്. ഇനി ഇതൊരു ചെയിന് പോലെയാണ് കാണപ്പെടുന്നതെങ്കിൽ, കുറെ ബാക്ടീരിയകൾ, കുറെ കോക്കൈ ഒരുമിച്ച് ചേർന്ന് ചെയിന് പോലെയാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെന്തോ പറയും? സ്ട്രെപ്റ്റോ കോക്കസ് എന്ന് പറയും. ഇനി കുറെ കോക്കൈ ബാക്ടീരിയകൾ ഗ്രൂപ്പ് ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ അവരെന്തോ പറയും? സ്റ്റെഫിലോ കോക്കസ് എന്ന് പറയുന്നു. ബേസ്ഡ് ഓൺ ദ നമ്പർ, ബാക്ടീരിയയുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും എന്ത് ചെയ്യും? 4 കാറ്റഗറി തിരിക്കുന്നു. ഞാനിവിടെ കോക്കസ് എന്ന ബാക്ടീരിയയാണ് എക്സാമ്പിൾ ആയിട്ട് എടുത്തത്. ഒരു കോക്കസ് ആണെങ്കിൽ മോണോ കോക്കസ്, 2 കോക്കൈ വരുന്നുവെങ്കിൽ അത് ഡിപ്ലോ കോക്കസ്, 3 ചെയിനുകളായിട്ട് കോക്കൈ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? സ്ട്രെപ്റ്റോ കോക്കസ്. ചെയിനായിട്ട് അറേഞ്ച് ചെയ്യുന്നത് എന്തോ പറയും? സ്ട്രെപ്റ്റോ കോക്കസ്. ഇനി ഗ്രൂപ്പായിട്ടാണ് കോക്കൈ ബാക്ടീരിയ കാണപ്പെടുന്നതെങ്കിൽ എന്തോ പറയും? സ്റ്റെഫിലോ കോക്കസ്. എന്താണ്? സ്റ്റെഫിലോ. അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ട വേർഡ് മോണോ, ഡിപ്ലോ, സ്ട്രെപ്റ്റോ, സ്റ്റെഫിലോ എന്നാണ്. ഇവിടെ ബാസിലസ് ആണെങ്കിൽ എങ്ങനെ പറയും? മോണോ ബാസിലസ്, ഡിപ്ലോ ബാസിലസ്, സ്ട്രെപ്റ്റോ ബാസിലസ്, സ്റ്റെഫിലോ ബാസിലസ്. ഇങ്ങനെ തന്നെയാണ് അങ്ങോട്ട് പറയുന്നത്. അപ്പോൾ ബാക്ടീരിയയുടെ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ 4 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. ഏതാണ്? മോണോ, ഡിപ്ലോ, സ്ട്രെപ്റ്റോ, സ്റ്റെഫിലോ. എന്തൊക്കെയാണ്? മോണോ, ഡിപ്ലോ, സ്ട്രെപ്റ്റോ, സ്റ്റെഫിലോ. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഫ്ലജല്ലയുടെ അറേഞ്ച്മെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ്. ബാക്ടീരിയയുടെ ബോഡിയിൽ ഫ്ലജല്ല എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പൊ എന്താണ് ഫ്ലജല്ല? ഫ്ലജല്ല എന്നത് ലോക്കോമോട്ടറി ഓർഗൻ ആണ്. ഇപ്പോൾ ഇത്രയും കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ലോക്കോമോട്ടറി ഓർഗൻ ആണ് ഫ്ലജല്ല എന്നത്. ബേസ്ഡ് ഓൺ ദി അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലജല്ല ഈ പറയുന്ന കാറ്റഗറി തിരിച്ചിട്ടുണ്ട്. ഇനി ഫ്ലജല്ല ഉണ്ട് എങ്കിൽ നമ്മൾ അതിനെ ട്രൈക്കസ് എന്ന ടേം കൂടെ ചേർത്ത് പറയും. ഫ്ലജല്ല ആബ്സെന്റ് ആണെങ്കിലോ അതിനെ എ ട്രൈക്കസ് എന്നാണ് പറയുന്നത്. ഫ്ലജല്ലയുടെ അറേഞ്ച്മെന്റ്സിനോടൊപ്പം ഫ്ലജല്ല പ്രസന്റ് ആണെങ്കിൽ എന്താണ്? ട്രൈക്കസ്. ഫ്ലജല്ല ആബ്സെന്റ് ആണെങ്കിൽ എ ട്രൈക്കസ് എന്ന് പറയും. ഇവിടെ നോക്കാം. ഇവിടെ ഞാനൊരു ബാക്ടീരിയ വരച്ചിട്ടുണ്ട്. അതിന് ഒരു ഫ്ലജല്ല മാത്രമേ കാണുന്നുള്ളൂ. ഓൺലി 1 ഫ്ലജല്ലം ആണെങ്കിൽ മോണോ ട്രിക്കസ് എന്നാണ് പറയുന്നത്. എന്താണ്? ഒരു ഫ്ലജല്ല മാത്രമുള്ളവ എന്ന് പറയും? മോണോ ട്രിക്കസ്.
ഇനി സിംഗിൾ ഫ്ലജല്ല അറ്റ് ബോത്ത് സൈഡ്, രണ്ട് വശത്തും ഓരോ ഫ്ലജല്ല വീതമാണ് കാണപ്പെടുന്നതെങ്കിൽ അത് ആംഫിട്രിക്കസ്. എന്താണ് ആംഫി എന്ന് പറഞ്ഞാൽ അറിയാലോ, ആംഫിട്രിക്കസ്. രണ്ട് വശത്തും ഓരോ ഫ്ലജല്ല വീതമാണെങ്കിൽ ആംഫിട്രിക്കസ്. ദെൻ ക്ലസ്റ്റർ ഓഫ് ഫ്ലജല്ല അറ്റ് വൺ എൻഡ്, ഒരു വശത്ത് ഒരു കൂട്ടം ഫ്ലജല്ല കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പറയുന്നത് സെഫിലോട്രിക്കസ്. എന്താണ് സെഫിലോട്രിക്കസ്? സെഫിലോട്രിക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലസ്റ്റർ ഓഫ് ഫ്ലജല്ല അറ്റ് വൺ എൻഡ്. സെഫിലോട്രിക്കസ് ക്ലസ്റ്റർ ഓഫ് ഫ്ലജല്ല അറ്റ് വൺ എൻഡ്. ഇവിടുത്തെ വേർഡായിട്ട് തെറ്റിപ്പോകരുത്, സ്ട്രെപ്റ്റോയോ അല്ലെങ്കിൽ സ്റ്റെഫിലോയുമായി തെറ്റിപ്പോകരുത്. ഇവിടെ സ്റ്റെഫിലോയാണ്, ഇവിടെ സെഫിലോ എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് സ്റ്റെഫിലോട്രിക്കസ് എന്ന് പറഞ്ഞാൽ? ക്ലസ്റ്റർ ഓഫ് ഫ്ലജല്ല അറ്റ് വൺ എൻഡ്. ദെൻ ക്ലസ്റ്റർ ഓഫ് ഫ്ലജല്ല അറ്റ് ബോത്ത് എൻഡ് ആണെങ്കിൽ എന്തോ പേര് പറയും? രണ്ട് വശത്തും ഗ്രൂപ്പ് ഓഫ് ഫ്ലജല്ല കാണപ്പെടുന്നുണ്ടെങ്കിൽ ലോഫോട്രിക്കസ്. എന്താണ് ലോഫോട്രിക്കസ്? ദെൻ ഫ്ലജല്ല പ്രസന്റ് ഓൾ അറൌണ്ട് സെൽ ആണെങ്കിലോ, ഓൾ അറൌണ്ട് ദ ബോഡി ഓഫ് ബാക്ടീരിയ ആണെങ്കിലോ എന്തോ പറയും? പെരിട്രിക്കസ്. ഫ്ലജല്ല ഉണ്ട്, പക്ഷെ അത് ബാക്ടീരിയയുടെ ബോഡിയെ സറൗണ്ട് ചെയ്ത് കാണപ്പെടുന്നുണ്ടോ, ചുറ്റും കാണപ്പെടുന്നുണ്ടോ എങ്കിൽ പെരിട്രിക്കസ് എന്നാണ് പറയുന്നത്. എന്താണ് പെരിട്രിക്കസ്? ഫ്ലജല്ല പ്രസന്റ് ഓൾ അറൌണ്ട് ദ ബോഡി ഓഫ് ബാക്ടീരിയ ആണെങ്കിൽ പെരിട്രിക്കസ്. അപ്പൊ ഇവിടെ നമ്മൾ ബേസ്ഡ് ഓൺ ദി അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലജല്ലയെ കുറിച്ചാണ് പറഞ്ഞത്. ഫ്ലജല്ല പ്രസന്റ് ആണെങ്കിൽ ട്രൈക്കസ് എന്ന് സൂചിപ്പിക്കുന്നു, ആബ്സെന്റ് ആണെങ്കിൽ എട്രിക്കസ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ദെൻ ഓൺലി വൺ ഫ്ലജല്ലം ആണെങ്കിൽ മോണോട്രിക്കസ്. ഒരേ ഒരു ഫ്ലജല്ല മാത്രമേ ബാക്ടീരിയയുടെ ബോഡിയിലുള്ളൂ എങ്കിൽ അത് എന്താണ്? മോണോട്രിക്കസ്. ദെൻ സിംഗിൾ ഫ്ലജല്ല അറ്റ് ബോത്ത് സൈഡ് എങ്കിൽ എന്തോ പറയും? ആംഫിട്രിക്കസ്. ദെൻ ക്ലസ്റ്റർ ഓഫ് ഫ്ലജല്ല അറ്റ് വൺ എൻഡ്, ഒരു വശത്താണ് ക്ലസ്റ്റർ ഓഫ് ഫ്ലജല്ല കാണുന്നതെങ്കിൽ അത് സെഫിലോട്രിക്കസ്. എന്താണ് സെഫിലോട്രിക്കസ്? ക്ലസ്റ്റർ ഓഫ് ഫ്ലജല്ല അറ്റ് വൺ എൻഡ് സെഫിലോട്രിക്കസ്. ദെൻ ക്ലസ്റ്റർ ഓഫ് ഫ്ലജല്ല അറ്റ് ബോത്ത് എൻഡ്, ഗ്രൂപ്പായിട്ട് ഫ്ലജല്ല രണ്ട് എൻഡിലും കാണപ്പെട്ടാൽ, ക്ലസ്റ്റർ ഓഫ് ഫ്ലജല്ല ഇരുവശത്തും കാണപ്പെട്ടാൽ എന്തോ പറയും? ലോഫോട്രിക്കസ്. എന്താണ് ലോഫോട്രിക്കസ്? ഒരു വശത്ത് മാത്രമാണ് ക്ലസ്റ്റർ ഓഫ് ഫ്ലജല്ല എങ്കിൽ സെഫിലോട്രിക്കസ്, രണ്ട് വശത്തും ക്ലസ്റ്റർ ഓഫ് ഫ്ലജല്ല കാണുന്നുവെങ്കിൽ ലോഫോട്രിക്കസ്. ഇനി ബാക്ടീരിയയുടെ ബോഡിയെ സറൗണ്ട് ചെയ്തുകൊണ്ട് മുഴുവനായിട്ട് ഫ്ലജല്ലം കാണുന്നുവെങ്കിൽ എന്തോ പറയും? പെരിട്രിക്കസ്. ഫ്ലജല്ല പ്രസന്റ് ഓൾ അറൌണ്ട് ദ സെൽ ഓഫ് അല്ലെങ്കിൽ ഓൾ അറൌണ്ട് ദ ബോഡി ആണെങ്കിൽ എന്തോ പറയും? പെരിട്രിക്കസ്. സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയ ഈസ് വെരി സിമ്പിൾ ബട്ട് ദെയർ ബിഹേവിയർ ഈസ് വെരി കോംപ്ലക്സ്. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബാക്ടീരിയയുടെ ഏകദേശം ഒരു രൂപമൊക്കെ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ബാക്ടീരിയ മൈക്രോസ്കോപ്പിക് ആണെന്ന് പറഞ്ഞു, പിന്നെ യൂണിസെല്ലുലാർ ആണെന്ന് പറഞ്ഞു, പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആണെന്ന് പറഞ്ഞു, അല്ലേ? യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ് എന്ന് കേൾക്കും നമുക്കറിയാം. ഒരേ ഒരു സെല്ല് മാത്രമേ ഇവിടെ ബോഡിയിലുള്ളൂ, പിന്നെ ട്രൂ ന്യൂക്ലിയസ് ഇല്ല. അപ്പോൾ സൈറ്റോപ്ലാസത്തിൽ ജനറ്റിക് മെറ്റീരിയൽ ഫ്രീ ആയിട്ട് കാണപ്പെടുന്നു. അപ്പോൾ ഒരു സെല്ല് സൈറ്റോപ്ലാസം ഉണ്ട്, ജനറ്റിക് മെറ്റീരിയൽ ഫ്രീ ആയിട്ട് കാണപ്പെടുന്നുണ്ട്, സെൽ ബോഡിയെ കവർ ചെയ്തുകൊണ്ട് ഫ്ലജല്ല ഉണ്ട്. ഇത്രയും കാര്യം നമുക്കറിയാം, അല്ലേ? അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ കിട്ടിക്കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ബാക്ടീരിയക്കുള്ളത്. എന്നാൽ ഇവയുടെ ബിഹേവിയർ വളരെ കോംപ്ലക്സ് ആയതാണ്. എന്താണെന്ന് നോക്കാം. ബാക്ടീരിയ, സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയ ഈസ് വെരി സിമ്പിൾ ബട്ട് ദെയർ ബിഹേവിയർ ഈസ് കോംപ്ലക്സ്. ബാക്ടീരിയ ഷോ മോസ്റ്റ് എക്സ്റ്റെൻസീവ് മെറ്റബോളിക് ആക്ടിവിറ്റി. ബാക്ടീരിയ ഷോ മോസ്റ്റ് എക്സ്റ്റെൻസീവ് മെറ്റബോളിക് ആക്ടിവിറ്റി. ഇവിടെ മെറ്റബോളിക് ആക്ടിവിറ്റി എങ്ങനെയാണ് നോക്കാം. ദേ മേ ബി ഓട്ടോട്രോപ്സ് ഓർ ഹെറ്ററോട്രോപ്സ്. ഈ ബാക്ടീരിയ ഓട്ടോട്രോപിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുന്നവയുമുണ്ട്, ഹെറ്ററോട്രോപിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുന്നവയുമുണ്ട്. എന്താണ് ഓട്ടോട്രോപിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്? ദേ സിന്തസൈസ് their own food materials from inorganic substrates. ഇനോർഗാനിക് സബ്സ്ട്രേറ്റ്സിൽ നിന്നും അവയ്ക്ക് ആവശ്യമുള്ള ഫുഡ് സ്വയം ഉണ്ടാക്കുന്ന ഓർഗാനിസംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. ചില ബാക്ടീരിയകൾ ഓട്ടോട്രോപിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവയ്ക്ക് ആവശ്യമുള്ള ഫുഡ് അവ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സ്വയം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. They synthesize their own food from inorganic substrates. ഈ ഓട്ടോട്രോപിക് ബാക്ടീരിയ തന്നെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് ഗ്രൂപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഇത് ഒന്നുകിൽ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആകാം, ഇല്ലെങ്കിൽ കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആകാം. ഏത് തരത്തിലുള്ള എനർജിയാണ് ഇവ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഓട്ടോട്രോപിക് ബാക്ടീരിയയെ വീണ്ടും രണ്ട് കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്നും പിന്നെ കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്നും. എന്താണ് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്? They synthesize their own food using light energy. Photo means light. Photo means light.
ലൈറ്റ് എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് അവയുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഇവയെ നമ്മൾ എന്ത് പറയും? ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നു. ലൈറ്റ് എനർജിയുടെ പ്രസൻസിൽ അല്ലെങ്കിൽ ലൈറ്റ് എനർജിയുടെ സഹായത്തോടെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അവ ഏത് കാറ്റഗറിയിൽ വരുന്നുണ്ട്? ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്. ഇനി കെമിക്കൽ എനർജിയുടെ സഹായത്താലാണ് അല്ലെങ്കിൽ കെമിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? കീമോസിന്തറ്റിക് ഓട്ടോട്രോപിക് ബാക്ടീരിയ. They synthesize their own food using chemical energy. അപ്പോൾ മെറ്റബോളിക് ആക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞു ബാക്ടീരിയ മേ ബി ഓട്ടോട്രോപ്സ് ഓർ ഹെറ്ററോട്രോപ്സ്. ബാക്ടീരിയ ഷോ ഓട്ടോട്രോപിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഓർ ഹെറ്ററോട്രോപിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഓട്ടോട്രോപിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണെങ്കിൽ അവ എങ്ങനെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്? They synthesize their own food from inorganic substrates. വീണ്ടും ഇവ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്യുന്നു. ഏത് തരത്തിലുള്ള എനർജിയാണ് ഉപയോഗിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്നും കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്നും വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? They synthesize their own food using light energy. Then chemosynthetic autotrophs ആണെങ്കിലോ they synthesize their own food using chemical energy. അപ്പോൾ ഓട്ടോട്രോപിക് മോഡ് ഓഫ് ന്യൂട്രീഷന് ബാക്ടീരിയ കാണിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി. ഇനി അടുത്തത് ചില ബാക്ടീരിയകൾ ഹെറ്ററോട്രോപിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുന്നുണ്ട്. അവയ്ക്ക് ആവശ്യമുള്ള ഫുഡ് സ്വയം പ്രിപ്പയർ ചെയ്യാൻ കഴിവില്ലാത്ത ഗ്രൂപ്പാണ് ഹെറ്ററോട്രോപിക് മോഡ് ഓഫ് ന്യൂട്രീഷനിൽ വരുന്നത്. They do not synthesize their own food but depend on other organisms. ഇവ സ്വയം അവയുടെ ഫുഡ് സിന്തസൈസ് ചെയ്യുന്നില്ല, പകരം ഫുഡിന് വേണ്ടി മറ്റുള്ളവയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഡെഡ് ഓർഗാനിക് മാറ്റർ ഫോർ ഫുഡ്. മാത്രമല്ല ഇവ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഡെഡ് ഓർഗാനിക് മാറ്ററിനെയും ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഇതിനെ സാപ്രോഫൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയും. അപ്പോൾ ഹെറ്ററോട്രോപ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അവയ്ക്ക് ആവശ്യമുള്ള ഫുഡ് സ്വയം പ്രിപ്പയർ ചെയ്യുന്നില്ല, പകരം ഫുഡിന് വേണ്ടി മറ്റുള്ളവയെ ഡിപ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡെഡ് ആൻഡ് ഡിക്കേയിങ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുകയോ ചെയ്യുന്നു. ഹെറ്ററോട്രോപ്സ് they do not synthesize their own food but depend on other organisms or dead organic matter for their food. ഹാബിറ്റാറ്റിനെ ബേസ് ചെയ്ത് ബാക്ടീരിയയെ പ്രധാനമായും രണ്ട് ഗ്രൂപ്പായി തിരിക്കാം. അതിനു മുൻപ് എന്താണ് ഹാബിറ്റാറ്റ് എന്ന് മനസ്സിലാക്കുക. ഒരു ഓർഗാനിസം അധിവസിക്കുന്ന സ്ഥലത്തെ അല്ലെങ്കിൽ ആ ചുറ്റുപാടിനെയാണ് ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. ഒരു ഓർഗാനിസം വസിക്കുന്ന സ്ഥലം, അതാണ് അതിന്റെ ഹാബിറ്റാറ്റ്. അപ്പോൾ ഹാബിറ്റാറ്റിനെ അടിസ്ഥാനമാക്കി ബാക്ടീരിയയെ പ്രധാനമായും രണ്ട് ഗ്രൂപ്പായി തിരിക്കാം. അത് ഏതൊക്കെയാണ്? ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ. ഏതൊക്കെയാണ്? ആർക്കി ബാക്ടീരിയ എന്നും യു ബാക്ടീരിയ എന്നും രണ്ടായിട്ട് തിരിക്കാം. ഹാബിറ്റാറ്റിനെ ബേസ് ചെയ്ത് ബാക്ടീരിയയെ രണ്ട് ഗ്രൂപ്പായി തിരിച്ചു. ഏതൊക്കെയാണ്? ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ. ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു കോഡുണ്ട്. ഇവിടെ നോക്കുക, എന്റെ കോഡ് ഇതാണ്, മോനി ആർ യു ബാക്ടീരിയ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്ന് വരാം. ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. മോനിഷ, വിളിപ്പേര് മോനി. അപ്പൊ ഈ ബാക്ടീരിയക്ക് ഒരു പ്രത്യേകതയുണ്ട്. ബാക്ടീരിയ നമുക്ക് ബെനഫിഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങളും ചെയ്യും, നമുക്ക് ദോഷകരമായ കാര്യങ്ങളും ചെയ്യും. ബാക്ടീരിയ നമുക്ക് ഗുണമുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ദോഷകരമായ കാര്യവും ചെയ്യുന്നുണ്ട്. ഈ മോനിക്ക് ഒരു പ്രത്യേകതയുണ്ട്. മോനി മറ്റുള്ളവർക്ക് നല്ല കാര്യവും ചെയ്യും, എന്നാൽ മറ്റുള്ളവർക്ക് ദോഷകരമായ കാര്യവും മോനി ചെയ്യും. അപ്പോൾ കുട്ടികൾ മോനിയോട് ചോദിക്കാറുണ്ട്, മോനി നീ എന്താ ബാക്ടീരിയ ആണോ? കാരണം ബാക്ടീരിയ നമുക്ക് ബെനഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അതുപോലെ നമുക്ക് ദോഷകരമായ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലുള്ള കാര്യങ്ങളാണ് നമ്മുടെ മോനിയും ചെയ്യുന്നത്. നല്ല കാര്യവും ചെയ്യും, മറ്റുള്ളവർക്ക് പ്രയോജനമില്ലാത്ത അല്ലെങ്കിൽ ദോഷകരമായ കാര്യവും ചെയ്യും. അതുകൊണ്ട് മറ്റുള്ള കുട്ടികൾ മോനിയോട് ചോദിക്കാറുണ്ട്, മോനി ആർ യു ബാക്ടീരിയ? മോനി നീ ബാക്ടീരിയ ആണോ? കാരണം നിന്റെ സ്വഭാവം എങ്ങനെയാണ്? മറ്റുള്ളവർക്ക് നല്ല കാര്യവും ചെയ്യുന്നുണ്ട്, എന്നാൽ മറ്റുള്ളവർക്ക് ദോഷകരമായ കാര്യവും ചെയ്യുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മുടെ കോഡ് എന്താണ്? മോനി ആർ യു ബാക്ടീരിയ. കോഡ് എന്താണ്? മോനി ആർ യു ബാക്ടീരിയ. ഈ മോനിയിൽ നിന്ന് മുണീറയിലേക്ക് പോവുക. മോനി എന്താണ്? മുണീറ. അപ്പൊ കിങ്ഡം മുണീറയിലാണ് ആര് വരുന്നത്? ബാക്ടീരിയ വരുന്നത്, അല്ലെ? കിങ്ഡം മുണീറയിലാണ് ബാക്ടീരിയ വരുന്നത്. ഈ ബാക്ടീരിയ നമ്മൾ എന്ത് ചെയ്തു? രണ്ട് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തു. ഏതൊക്കെയാണ്? ആർക്കി ബാക്ടീരിയ, ദെൻ യു ബാക്ടീരിയ. അപ്പോൾ മുണീറയിൽ വരുന്ന ഓർഗാനിസംസ് ഏതാണ്? ബാക്ടീരിയകളാണ്. ഈ ബാക്ടീരിയയെ അവയുടെ ഹാബിറ്റാറ്റിനെ അടിസ്ഥാനമാക്കി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് ഏതൊക്കെയാണ്? ആർക്കി ബാക്ടീരിയ എന്നും യു ബാക്ടീരിയ എന്നും. മുണീറയിൽ വരുന്നതാണ് ബാക്ടീരിയ. ബാക്ടീരിയയെ രണ്ട് ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്തു. ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ. കോഡ് എന്താണ്? മോനി ആർ യു ബാക്ടീരിയ. കോഡ് മറക്കരുത്, മോനി ആർ യു ബാക്ടീരിയ. അപ്പൊ ഇതിൽ നിന്നും മുണീറയിൽ വരുന്നത് ബാക്ടീരിയകളാണെന്നും ഈ ബാക്ടീരിയ രണ്ട് ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്യാമെന്നും പഠിച്ചു. ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ.
ഇനി നമുക്ക് എന്താണ് ആർക്കി ബാക്ടീരിയ, എന്താണ് യു ബാക്ടീരിയ നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ നോക്കുമ്പോൾ ഹാബിറ്റാറ്റ് ഞാൻ പറഞ്ഞല്ലോ, ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത് ആൻഷ്യന്റ് ബാക്ടീരിയ ആണ്. ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ആൻഷ്യന്റ് ബാക്ടീരിയ, ഭൂമി രൂപം കൊണ്ട സമയത്തെ നിലവിലുണ്ടായിരുന്ന ബാക്ടീരിയകൾ. അപ്പൊ അന്നത്തെ എക്സ്ട്രീം കണ്ടീഷൻസിനെ അതിജീവിക്കാൻ കഴിവുള്ള ബാക്ടീരിയകളാണ് ഈ ആൻഷ്യന്റ് ബാക്ടീരിയ എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത്. ആൻഷ്യന്റ് ബാക്ടീരിയ ദേ ക്യാൻ സർവൈവ് ഇൻ മോസ്റ്റ് ഹാർഷ് ഹാബിറ്റാറ്റ്സ്. എങ്ങനെയുള്ള എക്സ്ട്രീം കണ്ടീഷൻസിനെയും അതിജീവിക്കാൻ ഇത്തരത്തിലുള്ള ബാക്ടീരിയകൾ കഴിയും. അതായത് ആൻഷ്യന്റ് ബാക്ടീരിയ, ഈ ആർക്കി ബാക്ടീരിയയ്ക്ക് എക്സ്ട്രീം കണ്ടീഷൻസിനെ അതിജീവിക്കേണ്ട കപ്പാസിറ്റി ഉണ്ട്. ഏതൊക്കെ എക്സ്ട്രീം കണ്ടീഷൻസ്? They can survive in most harsh habitats such as extreme salty areas. Extreme salty ആയിട്ടുള്ള ഏരിയാസിൽ ജീവിക്കാൻ കഴിവുള്ള ബാക്ടീരിയകളുണ്ട്. ഇവയെ നമ്മൾ പറയുന്ന പേരാണ് ഹാലോഫൈൽസ്. എന്താണ്? ഹാലോഫൈൽസ്. Then they can survive in most harsh habitats such as hot springs. ഹോട്ട് സ്പ്രിങ്സിൽ വളരാൻ സാധിക്കുന്ന ബാക്ടീരിയകൾക്ക് തെർമോ അസിഡോഫിൽസ് എന്നാണ് പറയുന്നത്. തെർമോ എന്ന് കേൾക്കുമ്പോൾ അറിയില്ല, ടെമ്പറേച്ചർ കൂടിയത്, ഹോട്ട് ആണ്. തെർമോ അസിഡോഫിൽസ്. ഹോട്ട് സ്പ്രിങ്സിനെ അതിജീവിക്കാൻ ശേഷിയുള്ള ബാക്ടീരിയകൾക്ക് പറയുന്നത് എന്താണ്? തെർമോ അസിഡോഫിൽസ്. ഹോട്ട് സ്പ്രിങ്സിൽ ജീവിക്കുന്ന ബാക്ടീരിയകളാണ് തെർമോ അസിഡോഫിൽസ്. Then they can survive in most harsh habitats such as marshy areas. മാർഷി ഏരിയാസിൽ ജീവിക്കാൻ സാധിക്കുന്ന ബാക്ടീരിയകൾക്ക് മെത്തനോജൻസ് എന്നാണ് പറയാറുള്ളത്. മാർഷി ഏരിയയിൽ ജീവിക്കാൻ സാധിക്കുന്ന ബാക്ടീരിയകൾക്ക് പറയുന്ന പേരെന്താണ്? മെത്തനോജൻസ്. മാർഷി ഏരിയയിൽ മീഥേൻ ഗ്യാസിന്റെ സാന്നിധ്യം കൂടുതലുള്ളത് കൊണ്ട് മിക്കവാറും ഓർഗാനിസംസിന് നിലനിൽക്കാനുള്ള കഴിവ് കുറവാണ്. പക്ഷേ നമ്മുടെ ആർക്കി ബാക്ടീരിയയ്ക്ക് എവിടെ ജീവിക്കാനുള്ള ശേഷിയുണ്ട്? മാർഷി ഏരിയയിൽ ജീവിക്കാനുള്ള ശേഷിയുണ്ട്. അവയെ നമ്മൾ എന്ന് പറയുന്നു? മെത്തനോജൻസ് എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞത് ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഇത് ആൻഷ്യന്റ് ബാക്ടീരിയ ആണ്. എക്സ്ട്രീം കണ്ടീഷൻസിനെ അതിജീവിക്കാൻ ശേഷിയുള്ള ബാക്ടീരിയകളാണ് ആർക്കി ബാക്ടീരിയ വരുന്നത്. ഇതിൽ സോൾട്ടി ഏരിയാസിൽ ജീവിക്കാൻ കഴിവുള്ള ബാക്ടീരിയകളുണ്ട്. ഇവയെ നമ്മൾ ഹാലോഫിൽസ് എന്ന് പറയുന്നു. ദെൻ ഹോട്ട് സ്പ്രിങ്സിൽ ജീവിക്കാൻ ശേഷിയുള്ള ബാക്ടീരിയകൾക്ക് തെർമോ അസിഡോഫിൽസ് എന്നാണ് പറയുന്നത്. ഇനി മാർഷി ഏരിയയെ അതിജീവിക്കാൻ ശേഷിയുള്ള ബാക്ടീരിയകൾക്ക് എന്ന് പറയുന്നുണ്ട്? മെത്തനോജൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആർക്കി ബാക്ടീരിയയിൽ വരുന്നതാണ് ഹാലോഫിൽസ്, തെർമോ അസിഡോഫിൽസ്, മെത്തനോജൻസ് എന്നിവ. ആർക്കി ബാക്ടീരിയ ഡിഫർ ഫ്രം അതർ ബാക്ടീരിയ ഇൻ ഹാവിംഗ് എ ഡിഫറെന്റ് സെൽ വോൾ സ്ട്രക്ചർ. ആർക്കി ബാക്ടീരിയ മറ്റുള്ള ബാക്ടീരിയയിൽ നിന്ന് വ്യത്യാസപ്പെടുന്നത് ഇവയുടെ സെൽ വാൾ സ്ട്രക്ചറിലുള്ള വ്യത്യാസം കൊണ്ടാണ്. ആർക്കി ബാക്ടീരിയയ്ക്ക് സാധാരണ ബാക്ടീരിയയുടെ സെൽ വാളിനുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആർക്കി ബാക്ടീരിയയുടെ സെൽ വാളിന് പുറമേ ആയിട്ട് എസ് പ്രോട്ടീൻ എന്നൊരു സ്ട്രക്ചർ കാണപ്പെടുന്നുണ്ട്. ആർക്കി ബാക്ടീരിയയുടെ സെൽ വാളിന് പുറമേ ആയിട്ടുള്ള ഔട്ടർ സർഫസിൽ എസ് പ്രോട്ടീൻ കാണപ്പെടുന്നുണ്ട്. ഈ എസ് പ്രോട്ടീന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈസോസൈം എൻസൈമിന് ഇവയെ നശിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. സാധാരണ ഒരു ബാക്ടീരിയയുടെ സെൽ വാളിനെ ലൈസോസൈം എൻസൈം ബാക്ടീരിയൽ സെൽ വാളിൽ ലൈസോസൈം എൻസൈം ആക്ട് ചെയ്താൽ ബാക്ടീരിയയുടെ സെൽ വാൾ ബ്രേക്ക് ചെയ്ത് ആ ബാക്ടീരിയ എന്ത് ചെയ്യും? നശിച്ചു പോകുന്നത്. എന്നാൽ എസ് പ്രോട്ടീന് ബ്രേക്ക് ചെയ്യേണ്ട കപ്പാസിറ്റി ലൈസോസൈം എൻസൈമിന് ഇല്ല. ഇതാണ് ആർക്കി ബാക്ടീരിയയ്ക്ക് സാധാരണ ബാക്ടീരിയയുടെ സെൽ വാളിൽ നിന്നുള്ള വ്യത്യാസം. എന്താണ്? ആർക്കി ബാക്ടീരിയയുടെ സെൽ വാളിന് പുറമേ ആയിട്ട് എസ് പ്രോട്ടീൻ കാണപ്പെടുന്നുണ്ട്. ഈ എസ് പ്രോട്ടീന്റെ മേൽ ആക്ട് ചെയ്യാൻ ആർക്ക് കഴിയില്ല? ലൈസോസൈം എൻസൈമിന് കഴിയില്ല. അതായത് എസ് പ്രോട്ടീനെ ബ്രേക്ക് ചെയ്യേണ്ട കപ്പാസിറ്റി ലൈസോസൈം എൻസൈമിന് ഇല്ല. അതുകൊണ്ട് ലൈസോസൈം എൻസൈമിന് ആർക്കി ബാക്ടീരിയയുടെ സെൽ വാളിനെ ബ്രേക്ക് ചെയ്യേണ്ട കപ്പാസിറ്റി ഇല്ല. ആർക്കി ബാക്ടീരിയ ഡിഫർ ഫ്രം അതർ ബാക്ടീരിയ ഇൻ ഹാവിംഗ് എ ഡിഫറെന്റ് സെൽ വാൾ സ്ട്രക്ചർ. ദിസ് സെൽ വാൾ സ്ട്രക്ചർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദെയർ സർവൈവൽ ഇൻ എക്സ്ട്രീം കണ്ടീഷൻ. ആർക്കി ബാക്ടീരിയയിലുള്ള ഈ സെൽ വാൾ സ്ട്രക്ചർ കൊണ്ടാണ് ബാക്ടീരിയയ്ക്ക് എക്സ്ട്രീം കണ്ടീഷൻസിനെ അതിജീവിക്കാനായിട്ട് സാധിക്കുന്നത്. സെൽ വാളിലുള്ള ഈ പ്രത്യേകത കൊണ്ടാണ് ആർക്കി ബാക്ടീരിയ എക്സ്ട്രീം കണ്ടീഷൻസിനെ അതിജീവിക്കുന്നത്. Methanogens are present in the gut of several ruminant animals such as cows and buffaloes, and they are responsible for the production of methane or biogas from the dung of these animals. മെത്തനോജൻസ് അല്ലെ ഏത് തരത്തിലുള്ള ബാക്ടീരിയ? മാർഷി ഏരിയയിൽ വളരാൻ സാധിക്കുന്ന തരത്തിലുള്ള ബാക്ടീരിയ നമ്മൾ എന്താ പറയുന്നത്? മെത്തനോജൻസ് എന്ന് പറയുന്നത്.
ഈ മെത്തനോജൻസ് എന്ന ഗ്രൂപ്പിൽപ്പെട്ട ബാക്ടീരിയ റൂമിനന്റ് അനിമൽസിന്റെ ഗട്ടിൽ കാണപ്പെടുന്നുണ്ട്. അയവിറക്കുന്ന അനിമൽസിന്റെ ഗട്ടിൽ കാണപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ്? കൗസ്, ബഫലോസ് ഇവയുടെ ഗട്ടിൽ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് കൗസ്, ബഫലോസ് എന്നിവയുടെ ഡങ്ങിൽ നിന്ന് നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത്? ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നത്. ബയോഗ്യാസ് പറയുന്നത് മീഥൈൻ ആണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കൗസ്, ബഫലോസ് എന്നിവയുടെ ഡങ്ങിൽ നിന്നും ബയോഗ്യാസ് അഥവാ മീഥൈൻ ഉണ്ടാക്കാനായിട്ട് കഴിയുന്നത്. ഇതിന് സഹായിക്കുന്ന ബാക്ടീരിയ ഏതാണ്? മെത്തനോജൻസ്. Methanogens are present in the gut of several ruminant animals such as cows and buffaloes, and they are responsible for the production of methane or biogas from the dung of these animals. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഹാബിറ്റാറ്റിനെ ബേസ് ചെയ്ത ബാക്ടീരിയയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ. ഇപ്പോൾ മൊണീറയിൽ വരുന്നതാണ് ബാക്ടീരിയ. ബാക്ടീരിയ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു, ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ. ഇത് ഓർത്തിരിക്കേണ്ട കോഡാണ് മോനി ആർ യു ബാക്ടീരിയ. കോഡ് എന്താണ്? മോനി ആർ യു ബാക്ടീരിയ. മോനിയിൽ നിന്ന് മൊണീറ എന്ന് ഓർക്കുക. ദെൻ മൊണീറയിൽ വരുന്നവ ബാക്ടീരിയ ആണ്. ഇവയെ രണ്ടായി ഡിവൈഡ് ചെയ്യാം, ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ. ഇനി എന്താണ് ആർക്കി ബാക്ടീരിയ? ആർക്കി ബാക്ടീരിയ എന്നാൽ ആൻഷ്യന്റ് ബാക്ടീരിയ എന്നർത്ഥം. അതായത് ആൻഷ്യന്റ് കണ്ടീഷൻസിൽ, അതായത് എക്സ്ട്രീം കണ്ടീഷൻസിനെ അതിജീവിക്കാൻ കപ്പാസിറ്റി ഉള്ള ബാക്ടീരിയയാണ് ആൻഷ്യന്റ് ബാക്ടീരിയ. They can survive in most harsh habitats such as extreme salty areas, hot springs and marshy areas. എക്സ്ട്രീം സോൾട്ടി ഏരിയാസിൽ ജീവിക്കാൻ കഴിവുള്ള ബാക്ടീരിയകൾക്ക് ഹാലോഫിൽസ് എന്നാണ് പറയുന്നത്. ദെൻ ഹോട്ട് സ്പ്രിങ്സിൽ ജീവിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ബാക്ടീരിയകൾക്ക് തെർമോ അസിഡോഫിൽസ് എന്നാണ് പറയുന്നത്. ഇനി മാർഷി ഏരിയാസിൽ ജീവിക്കാൻ കഴിയുന്ന ബാക്ടീരിയകൾക്കോ അവയ്ക്ക് പറയുന്ന പേര് മെത്തനോജൻസ് എന്നാണ്. Archaebacteria differ from other bacteria in having a different cell wall structure. ഒരു പ്രത്യേക തരത്തിലുള്ള സെൽ വാൾ സ്ട്രക്ചറിന്റെ സാന്നിധ്യം കൊണ്ടാണ് ആർക്കി ബാക്ടീരിയ സാധാരണ ബാക്ടീരിയയിൽ നിന്നും വ്യത്യാസപ്പെടുന്നത്. ആർക്കി ബാക്ടീരിയയുടെ സെൽ വാളിന് പുറത്തായിട്ട് എസ് പ്രോട്ടീൻ കാണപ്പെടുന്നു. ഈ എസ് പ്രോട്ടീനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ലൈസോസം എൻസൈമിന് കഴിയുന്നില്ല. അതുകൊണ്ട് ആർക്കി ബാക്ടീരിയയുടെ സെൽ വാൾ ബ്രേക്ക് ചെയ്യുന്നില്ല. ആർക്കി ബാക്ടീരിയയ്ക്ക് എക്സ്ട്രീം കണ്ടീഷൻസിനെ അതിജീവിക്കാൻ സാധിക്കുന്നു. This cell wall structure is responsible for their survival in extreme conditions. Methanogens are present in the gut of several ruminant animals such as cows and buffaloes, and they are responsible for the production of methane or biogas from the dung of these animals. മെത്തനോജൻസ് എന്ന് പറയുന്നത് മാർഷി ഏരിയയിൽ വളരാൻ കപ്പാസിറ്റിയുള്ള അല്ലെങ്കിൽ കഴിവുള്ള ബാക്ടീരിയകളാണ്. ഇത്തരം ബാക്ടീരിയകൾ റൂമിനന്റ് അനിമൽസിന്റെ ഗട്ടിൽ കാണപ്പെടുന്നുണ്ട്. ഇപ്പൊ ഈ അനിമൽസിന്റെ ഡങ്, അതായത് കൗസ്, ബഫലോസ് എന്നിവയുടെ ഡങ്ങിൽ നിന്നും ബയോഗ്യാസ് അഥവാ മീഥേൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത് ഈ ബാക്ടീരിയകളുടെ സാന്നിധ്യം കൊണ്ടാണ്. ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. യു ബാക്ടീരിയയെ കുറിച്ച് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന്റെ പാർട്ട് 3 നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന്റെ പാർട്ട് 3 വീണ്ടും കാണാം.